السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا عليهم فلهم عذاب جهنم ولهم عذاب الحريق. قال الله عز وجل: أوصيكم بالشباب خيرا فإنهم مرقاف إذا شفعنا رسول الله. يا خير من دفينت بالقاء يعظمه فطاب من طيبهن الكاه واللكام. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرام. أنت الشفيع الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا، يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവ്വാദരണ്യരും ബഹുമാന്യരുമായ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, നമ്മുടെ ഉമറാക്കളിൽ പ്രധാനം കൂടിയായിട്ടുള്ള ഏറെ ആദരണീയരായ എം ഇസ്മായിൽ സാഹിബ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച ഏറെ ആദരണീയരും അതിലേറെ ആത്മീയരും ചരിത്രമുറങ്ങുന്ന നമ്മുടെ നാടിൻ്റെ പ്രഗത്ഭരായ ഖത്തീബും മുദരിസും കൂടിയായിട്ടുള്ള എൻ്റെ വന്യരായ സ്നേഹിതർ, ബഹുമാനപ്പെട്ട ഉസ്താദ് UK ആരിഫ് ബാക്കവി, വേദിയിലിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, നേതാക്കളെ, ഒരുപാട് ആളുണ്ട്. ബഹുമാനപ്പെട്ട സദഖദാരിമി ഉസ്താദ്, മഖ്ദൂമി ഉസ്താദ്, ഞാൻ പേരറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് പണ്ഡിതന്മാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹമേറെയുള്ള വിദ്യാർത്ഥി യുവജന സഹോദരങ്ങൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടി നല്ലപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള സർവത്ര പാപങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമുക്ക് പുറത്തു നിന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ തആല അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ താഴത്തിലുമായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, സിഹ്റ്, കണ്ണേറുകളെ തൊട്ട് ആടെ സൗണ്ട് കൂട്ടണ്ട, ഓഡിയൻസിന് സൗണ്ട് കൂട്ടണ്ട.
എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, സിഹറ്, കണ്ണേറുകൾ, ആഫത്ത്, വിപത്തുകൾ, അപകടങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെയും അള്ളാഹു നമ്മയും ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്ത് സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. തുടങ്ങുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നതിന് മുമ്പ്, ആമുഖം പറയുന്നതിന് മുമ്പ് എല്ലാത്തിനേക്കാളും മുന്നെയായിട്ടുള്ള കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ആ പുറകിൽ നിൽക്കുന്നവർ ഒന്നും കൂടി കയറിയിരുന്നാൽ മജ്‌ലിസ് ഭംഗിയാവും. അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ ഇപ്പുറം ഇരിക്കുന്നവർ കുറച്ചും കൂടി ബാക്കിലേക്ക് കയറി ഇറങ്ങിയാലും മതി. ബോക്സിൻ്റെ ലൈനിൽ ഒന്ന് ഇറങ്ങിയിരുന്നോളൂ. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഇരിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് ബാക്കിലേക്ക് ആക്കിയാൽ നല്ലത്. കസേര കൊണ്ടോണ്ട, നിങ്ങളൊന്ന് മാറിയിരുന്ന ബാക്കിലേക്ക് ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം അതെല്ലാം ക്ലിയറാവും. കസേര എടുക്കണ്ട, നിങ്ങൾ എണിച്ചെങ്കിൽ മതി. നിങ്ങൾ ബാക്കിലേക്ക് പോയെങ്കിലായി. കസേര അനങ്ങാനേ പാടില്ല. കസേരൻ്റെ സൗണ്ട് കേട്ടാൻ കഴിയും. കസേര ഏടെ വെച്ചിന് അടഞ്ഞിരുന്നോ, അത് നിങ്ങൾക്ക് കേൾക്കാൻ നല്ല റാഹത്തുണ്ടാവും. സദസ്സൊരു ഭംഗിയാവും. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ഒരു ചെല്ലാപ്പില്ലിയായി. ഇൽമിൻ്റെ ഒരു മജ്‌ലിസാണ്. മലായികത്തീങ്ങൾ കൂടിയിരിക്കുന്നൊരു മജ്‌ലിസാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്തിരിക്കുന്നൊരു മജ്‌ലിസ്. 40-ലേറെ മിനിങ്ങൾ കൂടിയ മജ്‌ലിസ്. അങ്ങനെയുള്ളൊരു മജ്‌ലിസിൻ്റെ അദബ്, ബഹുമാനം, ആദരവ്, മര്യാദ അത് കീപ്പ് ചെയ്യുക എന്നത് വിശ്വാസികളായ നമ്മുടെ ഏറ്റവും വലിയൊരു ധർമ്മമാണ്, കടമയാണ്. എല്ലാത്തിനും ഒരു അദബും ഗുരുത്വമില്ലേ? ഏതായാലും ഫ്രണ്ടിലിരിക്കുന്നവർ ബാക്കിലേക്ക് പോയിട്ടായി. ഇനി ബാക്കിലിരിക്കുന്നവരൊന്നും ഫ്രണ്ടിലേക്ക് കയറി. അയാളെ മുഖം നോക്കണ്ട. അയാൾ വന്നങ്ങോ വന്നില്ലെങ്കോ നിങ്ങൾ കയറിയെങ്കിലേ അയാൾ പോയി ഇല്ല നോക്കുന്നതിന് അയാൾ എണിക്കുന്ന ഇല്ല നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എല്ലാവരും നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടത്താൻ ആദ്യം പരിഗണിക്കുന്നത് നന്മയുടെ സമയങ്ങളിൽ, നന്മ ചെയ്യുന്ന അവസരങ്ങളിൽ, നന്മയുടെ വേദികളിൽ, നന്മയുടെ സന്ദർഭങ്ങളിൽ ആരെല്ലാം പോയി മുന്നേ കയറിയിരുന്നുവോ, മുന്നേ പോയി ചെയ്തുവോ, അവരെ അല്ലാഹു എല്ലാവരെക്കാളും മുന്നേ സ്വർഗത്തിൽ പറഞ്ഞയക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി. നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ബാക്കടിക്കാൻ പാടില്ല. അല്ലെങ്കിലും ഞങ്ങൾ ബാക്ക് ഇരിക്കുന്നതിന് ഇങ്ങനത്തെ പരിപാടിയിൽ മാത്രം. ഗ്രൗണ്ടിൽ മാച്ച് കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ടിരുന്നോളൂ. ബൈസന്മാർ പോലും എന്തേ ആൾക്ക് 4 ലൈൻ കാണുന്നില്ല, അപ്പം അതിന് അടുത്തേ പോയിട്ടിരുന്നതാണ്. സത്യത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുന്നേ ഇരിക്കട്ടെ. ഇനി ഈ ഭാഗം പറയാനില്ല. ഇനി ചെറിയോർ വന്നെങ്കും വലിയോർ വന്നെങ്കും ബാക്കിലിരുന്നെങ്കിലേ അതാണ് അതിൻ്റെ ചേല്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന സ്വർഗത്തിൻ്റെ തോപ്പിൽപ്പെട്ട ഒരു ഇൽമിൻ്റെ മജ്‌ലിസായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാന്യരെ, നമ്മുടെ സാലെ ജുമാ മസ്ജിദ് ഉളായിബട്ടുവിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ സലാത്തിൻ്റെയും മജ്‌ലിസുന്നൂറിൻ്റെയും വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ മതവിജ്ഞാന സദസ്സിൻ്റെ ഒരു വേല പരിപാടിയുടെ 2ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഒത്തുകൂടിയിട്ടുള്ളത്. നല്ലവരായ നിങ്ങളോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിനാദ്യം സംഘാടകരെയും അതുപോലെ തന്നെ സൗകര്യം ഒരുക്കി തന്ന വന്യരായ സ്നേഹിതർ, ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ്, ആദരണീയനായ പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രസിഡന്റ് അവർകളുടെ പിരിശപ്പെട്ട മകൻ, പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും കൂടിയായിട്ടുള്ള വന്യ സുഹൃത്തടക്കമുള്ള നല്ലവരായ സംഘാടക സമിതിയെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരുണ്യവാനായ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയിൽ, ഈ സംഗമത്തിൽ, ഈ ഒത്തുകൂടലിൽ ഏറിയ ബർക്കത്തും സക്കീനത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നോട്ടീസിൽ കണ്ടതുപോലെ വഴിതെറ്റുന്ന യുവത എന്ത് ധാർമ്മിക ചൗക്കട്ടെന്നു മീറുത്തിറുവ യുവസമൂഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ നിങ്ങളുമായി സംസാരിക്കേണ്ടത്. പക്ഷേ പറയേണ്ടത് വിഷയം വളരെ കാര്യം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് വിഷയം തന്നെയാണ്. ഇന്ന് ദീനിൻ്റെ കാര്യങ്ങളറിയാതെ, ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളറിയാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സമുദായത്തെ പറ്റി പറയാനാണ്, അതായത് സമാജത്തെപ്പറ്റി, നമ്മുടെ യുവാക്കളെ, യുവതികളെ സംബന്ധിച്ച് പറയാനാണ് ഇവിടെ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ വിഷയം കാര്യം തന്നെയാണ്. പക്ഷെ കേൾക്കാനുള്ളതോ വിഷയം എന്ത്? ഇസ്ലാമിನಲ್ಲಿ ಯುವಕ ಯುವತಿಯರ ಪಾತ್ರ,
ಕೇಳುಗರು ಮುದುಕ ಮುದುಕಿಯರು ಮಾತ್ರ. ഇത് ആരോട് പറയണ്ടേ? കുറെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഏതായാലും ധാർമ്മിക ബോധമുള്ള യുവാവ് ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹിനെ പേടിയുള്ള മതബോധമുള്ള കുറച്ചൊക്കെ ഈമാനുള്ള നല്ലവരായ യുവാക്കൾ, നാട്ടിന്റെ നല്ല മനുഷ്യരായ ബാല്യക്കാർ അൽഹംദുലില്ലാഹ് ഈ അനുഗ്രഹീതമായ സംഗമത്തിലുണ്ട്. അവരോട് പിന്നെ പറയേണ്ടത് ചൗക്കട്ടൊന്നും മീറുത്തിറുവ യുവാക്കറും നല്ലല്ലോ, അവർ ചൗക്കട്ടിനെ വളകിറവ യുവാക്കറുമാണ്. പിന്നെ അപ്പോൾ എന്താക്കുന്നു ഉസ്താദ്? എന്താ ആക്കേണ്ടി? ഇനിയിപ്പോൾ എന്തോ ആക്കാനില്ല. ഏതായാലും ആ വിഷയം ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഒരു ചെല്ലു കൊടുത്തെങ്കിലേ ഞാൻ കുറച്ച് വിഷയം പറയാം. ഇത് കേൾക്കാതെ മാറി നിന്ന് നമ്മുടെ നാട്ടിൽ ഇത്ര ബാല്യക്കാരല്ലേ? സൗണ്ട് കറക്റ്റ് ഉണ്ട്. അത് പിന്നെ ഒരു അപ്പുറപ്പുറമെല്ലാം ബിൽഡിങ്ങും കാര്യമെല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എങ്ങനെ സൗണ്ട് എടുത്തു, നിങ്ങൾ സൗണ്ട് കുറച്ചിട്ടുണ്ട. വർത്തമാന കാലഘട്ടത്തിൽ സത്യത്തിൽ ഏറെ പരാജയം അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിച്ച് ഒരർത്ഥമില്ലാതെ ജീവിതം നയിക്കുന്ന വിഭാഗമാണ് നമ്മുടെ യുവസമൂഹം, യൂത്ത് വിങ്, യങ്മെൻസ്. ഇവിടെ നിന്നല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സമുദായത്തിലും, എല്ലാ നാടുകളിലും, എല്ലാ ജമാഅത്തിലും അങ്ങനെ തന്നെയാണ്. പൊതുവെ നമ്മുടെ യുവാക്കൾ ദീനിയായ ചട്ടയിൽ നിന്നിട്ട് ഒരുപാട് അകലെയാണ്. കള്ള് കഞ്ചാവിനടിമയായി, ലഹരി മാദക വസ്തുവിനടിമയായി, അതുപോലെ തന്നെ വേണ്ടാവൃത്തികളിൽ ഏർപ്പെട്ട് തോന്നിയതുപോലെ അള്ളാനെ മറന്നിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ. അതിന്റെ അനന്തരഫലം എന്ത്, അതിന്റെ പിന്നീടുള്ള ഭവിഷ്യത്ത് എന്ത്, പിന്നെ വരുന്ന ദുഷ്പരിണാമം എന്ത് എന്ന് നമ്മുടെ യുവസമുദായം ചിന്തിക്കുന്നില്ല. അവർക്ക് വെടിപൊട്ടുമ്പോൾ കുറച്ച് ലേറ്റാണ്. ബാല്യക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ ലോല മനസ്കരാണ്, സോഫ്റ്റ് മൈൻഡഡ് ആണ് എന്ന് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാല്യക്കാരങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. എക്കോ വേണ്ട, എക്കോന്റെ ഒരു സൗണ്ട് എല്ലാം വരുന്നു. ആ ബട്ടൺ നോക്കിയിട്ട് തിരിച്ചാൽ മതിയാവല്ലേ? ചിലയിടത്ത് എക്കോ വേണ്ടായിട്ട് പിന്നെ സൗണ്ടിനെ തിരിച്ചിട്ട് എന്തെല്ലാം കൊളാക്കും. ബൈഫിറ്റെന്ന് കംപ്ലൈൻറ്റ്, നിങ്ങൾ സൗണ്ടിനെ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സൗണ്ടിൻ്റെ വിഷയത്തിൽ സൗണ്ട് അല്ലാണ്ട് പിന്നെ നെയ്യപ്പത്തിന് ചെല്ലേണ്ടത്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ ഇത്ര ബാല്യക്കാരൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബാല്യക്കാരുണ്ട്. നമ്മൾ ഈ നാടിനെ ഇടിയോടെ എടുത്തിട്ട് മീത്തക്ക് പൊന്തിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പുള്ള യുവാക്കളുടെ കൂട്ടായ്മ നാട്ടിലുണ്ട്. പക്ഷേ ഈടെയില്ല എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ഈ 10 ബാല്യക്കാരല്ലല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ? ഉള്ളായിബട്ടു എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ നാടാണ്, അറിയപ്പെട്ട ഇതിഹാസ പ്രസിദ്ധ നാടാണ്, പൗരാണിക നാടാണ്. ഇന്നലെ കുടിയേറി വന്ന മുസ്ലിമീങ്ങൾ പാർക്കുന്ന ഒരു പുതിയ നാടൊന്നുമല്ല, അല്ലെങ്കിൽ പുഴന്റെ സൈഡിൽ മണ്ണ് പൊന്തിയിട്ടാകുണ്ടായ പുതിയൊരു നാടൊന്നുമല്ല. പഴയ നാട് തന്നെയാണ്. കാലങ്ങളായി ഇവിടെ മതവിശ്വാസികൾ താമസിക്കുന്നു, മുസ്ലിമീങ്ങൾ താമസിക്കുന്നു, അവർക്കൊക്കെയും മക്കളുണ്ട്. അതിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. പക്ഷെ ഇവിടെ വന്ന യുവാക്കളാണെങ്കിൽ വളരെ കുറവാണ്. അത് ഈ നാടിന്റെ മാത്രം കഥയല്ല, എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെ. ഇത്തരം കാര്യങ്ങൾക്ക് വരാൻ നമ്മുടെ യുവാക്കൾക്ക് നേരമില്ല. പള്ളികളിൽ അവരെ കാണുന്നില്ല. ഇതുപോലെയുള്ള നന്മയുടെ വിളി കേൾക്കാൻ അവർക്ക് മനസ്സില്ല. തോന്നിയതുപോലെ, കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്. എന്തിനും ഏതിനും പറ്റുന്ന ഒരു സമയം, ആരോഗ്യമുള്ള ഒരു സമയം അല്ലേ, ചോരത്തിളപ്പുള്ള ഒരു നേരം, എല്ലാം ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും, എവിടെയും കയറി പറ്റാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പ്രായം, അതാണ് യുവത്വ പ്രായം. ആ പ്രായം വളരെ വിലപ്പെട്ടതാണ്. നാളെ ആ പ്രായം കഴിഞ്ഞു പോയാൽ, യുവത്വം എന്ന പ്രായം കഴിഞ്ഞ് എൻ്റെ ബാല്യക്കാര് കേൾക്കണം. ഇത് ബാല്യക്കാര് മാത്രമല്ല, യുവത്വം എന്ന പ്രായത്തിലുള്ള യുവതികളായ ബാല്യക്കാർക്ക് പെണ്ണുങ്ങളും കേൾക്കണം. ഇത് മേക്കപ്പിൻ്റെ അടിമകളായി തോന്നിയതുപോലെ യൂട്യൂബും നെട്ടും ബോൾട്ടും എടുത്തിട്ട് ചാറ്റിംഗ് നടത്തിയിട്ട് അന്യപുരുഷന്മാരോട് ഹായ് ഹൂയി പറഞ്ഞു നടക്കുന്ന ഞങ്ങളെ നല്ലവരായ ബാല്യക്കാർക്ക് പെണ്ണുങ്ങളും കേൾക്കണോ. നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവുന്നല്ലേ അല്ലേ? ഇവിടെ ഭാഷ ഏത് ദിവസം നക്ക് ഈ ബാക്കി ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ ഇവരെ പോലെ ഒന്നും നിൽക്കൽ പ്രസംഗം നടത്താനൊന്നും കഴിയില്ല. തീരെ അറിയില്ല എന്നൊന്നുമില്ല. അപ്പുറപ്പുറം കുറച്ചൊക്കെ മുണ്ടാനെല്ലാം വരും എന്നല്ലാതെ നമ്മളെ ഭാഷ നിങ്ങൾ നിൽക്കൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് തിരിയണമല്ലോ. ഏത് ഭാഷയായാലും തിരിയണ്ടേ? തിരിയാതെ വെറുതെ 2 മണിക്കൂർ ഇങ്ങനെ കൂക്കി പിടിച്ചിട്ട്, അതുകൊണ്ടാണ് ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാ ഭാഷയും പഠിക്കണം. നിങ്ങൾ ഞങ്ങളെ ഭാഷയും പഠിക്കണം, ഞങ്ങൾ നിങ്ങളെ ഭാഷയും പഠിക്കണം.
ഞങ്ങളെ ഭാഷമേ ബെൽറ്റ് നേരത്തിന് ഇങ്ങനെ നിൽക്കാൻ കഴിയ. എല്ലാ ഭാഷയും അല്ലാഹു പഠിച്ചതാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പല കാലങ്ങളിലായി പല സന്ദർഭങ്ങളിലായി അള്ളാഹു 1.25 ലക്ഷത്തോളം നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ നബിമാരെ ഏതെല്ലാം നാട്ടിലേക്ക്, ഏതെല്ലാം ജനതകളിലേക്ക്, ഏതെല്ലാം സമുദായത്തിലേക്ക്, സമാജത്തിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെല്ലാം, ആ നബിമാരെ എല്ലാം പറഞ്ഞയച്ചത് ആ ജനങ്ങളുടെ, പറഞ്ഞയക്കപ്പെട്ട ജനങ്ങളുടെ ഭാഷ അള്ളാഹു പഠിപ്പിച്ചിട്ടാണ്. മസലൻ, ഫോർ എക്സാമ്പിൾ, തമിഴ്നാട്ടിലേക്ക് ഒരു നബി വന്നിട്ടുണ്ടെങ്കിൽ ആ നബിക്കിൻ്റെ ഭാഷ തമിഴായിരിക്കും. അപ്പോൾ ഉസ്താദെ അവിടെ വന്ന നബി ഏത്, ആറത്, അയാൾ ആറ്, എപ്പോൾ വന്നോ, അങ്ങനൊന്നും കേൾക്കണ്ട, ഞാൻ എനിക്ക് തിരിയോ വേണമായിട്ട് ചൊന്നോ, അങ്ങനെ വന്നിന്നെങ്കിൽ ആറായത്തെ ഭാഷ അള്ളാഹു താല പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഭാഷ വേണമെന്ന് എല്ലാവർക്കും ഭാഷ വേണം, ഭാഷ ഇല്ലാത്തങ്ങാവോ തീറ. അറബിയും പഠിക്കണം, എല്ലാം പഠിക്കണം. നമ്മളെ ഇന്നത്തെ നോക്കുന്നികൾ ഇപ്പൊ പരീക്ഷയുടെ സമയമാണ്. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ എന്ന സമയമാണ്, പൊതുപരീക്ഷന്റെ പരീക്ഷ എന്ന സമയമാണ് അല്ലേ? എക്സാം നടക്കുന്ന നേരായ ഉസ്താദുമാരൊക്കെ, നമ്മുടെ നാടിന്റെ ഉസ്താദുമാർ മറ്റു നാട്ടുകളിൽ ചെന്ന് അന്യനാട്ടുകാരായ ഉസ്താദുമാർ ഇവിടെ വന്നിട്ടൊക്കെ നമ്മുടെ കുട്ടികളെ പരീക്ഷ നടത്തുന്ന സമയം. നമ്മുടെ കുട്ടികൾക്ക് എത്ര കണ്ട് അറബി ഭാഷ പഠിക്കാൻ കഴിഞ്ഞു, ഖുർആൻ ഓതാൻ അറിയുന്നു, ദീനിയായ ബാലപാഠങ്ങളൊക്കെ എത്ര കണ്ടവർ മനനം നടത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ നടത്താൻ വേണ്ടി വന്നവരാണ് നമ്മുടെ ഉസ്താദുമാർ. അപ്പോ ഈ മദ്രസ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദീനി കലാലയമാണ് അല്ലേ? എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എത്രാം ക്ലാസ്സുള്ള മാർസുണ്ട്? 9-10. വലിയ മദ്രസയാണ്, ചെറിയ മദ്രസ ഒന്നുമല്ല. നല്ലോണം പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, യഥേഷ്ട സ്ഥലമുണ്ട്, കാര്യബോധമുള്ള ദീർഘവീക്ഷണമുള്ള വലിയ നേതൃത്വമുണ്ട്, നാടിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളുണ്ട്, നല്ലവരായ കെൽപ്പുള്ളവരായ മതപണ്ഡിതന്മാരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഞങ്ങളെ മക്കൾക്ക് മതപഠനം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ദീനിയായ വിജ്ഞാനം നൽകാൻ നമുക്ക് മനസ്സില്ല. ഏറിയാൽ 4ാം ക്ലാസ്, പിന്നെ പോയാൽ 5, ഖലാസ്, പിന്നെ ഇല്ല. 5ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടലോടുകൂടി ഞാനും നിങ്ങൾ തീർമാനിക്കുന്നു, ഇനി മതി, ഇനി മതി. 5 കഴിഞ്ഞോ? എന്താ 5 കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണോ അത്? അല്ലല്ലോ. എല്ലാം തികഞ്ഞോ എന്ന നിലക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ലാതെ ഒരിക്കലും നീയോ നിന്റെ മക്കളോ പഠിച്ചു തീരാനില്ല. മിനൽ മഹ്ദി ഇലൽ ലഹദ്. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൊട്ടിൽ മുതൽ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നത് വരെ, അതായത് നീ മരിച്ച മണ്ണടയുന്നത് വരെ നിനക്ക് ലോകത്ത് പഠിക്കാനുണ്ട്, ദീനീ ജ്ഞാനം അറിയാനുണ്ട്. ഒരിക്കലും പഠിച്ചു തീരല. നാണ് എനെന്ത് ഓതണം ഉസ്താദ്? നിനക്ക് വയസ്സായല്ലേ? വയസ്സായെങ്കിൽ എങ്ങനെ ഓതണം? വയസ്സായെങ്കിൽ എങ്ങനെയും പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ പോയി ഇംഗ്ലീഷും പഠിക്കണം, എല്ലാം പഠിക്കണം. പക്ഷെ ഏത് പഠിപ്പ് നീ പഠിക്കുകയാണെങ്കിലും, ഞങ്ങളെ മക്കൾക്ക് ഏത് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിലും, ഫീസ് കൊടുത്തിട്ടായാലും അല്ലാതെ ആയാലും, ഏത് വിദ്യാഭ്യാസം, ജ്ഞാനം, അറിവ്, ഇൽമ കൊടുക്കുകയാണെങ്കിലും ആദ്യമായിട്ട് ഞാനും നിങ്ങളും മുൻഗണന കൊടുക്കേണ്ടത്, പരിഗണന നൽകേണ്ടത്, പ്രാമുഖ്യത കൊടുക്കേണ്ടത് മതവിജ്ഞാനം പഠിപ്പിക്കാനാണ്, ദീനിന്റെ ജ്ഞാനം കൊടുക്കാനാണ്. കാരണം അവിടെയാണ് അല്ലാഹനെ പഠിപ്പിക്കുന്നത്, അവിടെയാണ് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നത്, അവിടെയാണ് ബാപ്പ ഉമ്മാനെ പഠിപ്പിക്കുന്നത്, അവിടെയാണ് ദീനിയായ ജ്ഞാനം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൽമിയായ ആ പഠിപ്പ് വിട്ടിട്ട്, മദ്രസ പഠനം വിട്ടിട്ട് മറ്റു പഠനങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ പറ്റില്ല. മറ്റു പഠനം വേണ്ട എന്നല്ല, ഇംഗ്ലീഷ് വേണം, കന്നഡ വേണം, മലയാളം വേണം, ഹിന്ദി വേണം, അതർ ലാംഗ്വേജ്, എല്ലാ വിദ്യാഭ്യാസവും വേണം. എല്ലാ ജ്ഞാനത്തിന്റെ സകല സീമകളും ഞങ്ങൾ പഠിക്കണം, എല്ലാ മേഖലകളും കയറണം. എന്നാലും അള്ളാന്റെ ദീനിന്റെ പഠിപ്പ് മറക്കല്ലേ. കാരണം അവിടെയാണ് തുണി ഉടുക്കാൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് ആഖിറത്തെ പഠിപ്പിക്കുന്നത്, അവിടെയാണ് അള്ളാനെ പഠിപ്പിക്കുന്നത്, അവിടെയാണ് ബാപ്പ ഉമ്മാനെ പഠിപ്പിക്കുന്നത്, അവിടെയാണ് വലിയവരെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പ് കൊടുക്കാതെ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. വക്കീലായ മകൻ, വക്കീലായ അഡ്വക്കറ്റായ മകൻ സ്വന്തം പെറ്റുമ്മാനെ മാളികയിൽ നിന്നിട്ട് ഊന്തിയിട്ട് കൊന്നുകളഞ്ഞു. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അല്ലേ? ഇപ്പല്ല, ഒരു 2 വർഷമായി, കൊറോണന്റെ മുന്നേ. ആള് ചെറിയ ആളെന്തല്ലോ, വക്കീല്, അഡ്വക്കേറ്റ്, വക്കീല.
വക്കീലാവണമെങ്കിൽ 7ാം ക്ലാസ് പാസ്സായും വയ്യാവല, നല്ലോണം വേണം പഠിപ്പു. വേണ്ടേ? ഏത് പഠിപ്പത്? ഇംഗ്ലീഷ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള ഭൗതികം മാത്രം. പക്ഷേ അവിടെവിടെയും ഉമ്മ നിന്റെ സ്വർഗമാണെന്ന് പഠിപ്പിക്കുന്നില്ല. ഹല്ലുമ്മു ജന്നതുക ഔ നാറുക എന്ന് പഠിപ്പിക്കുന്നില്ല. ഹൽ അബു പിന്നെ നീ കടക്കുന്ന സ്വർഗത്തിന്റെ മിഡ് ഡോറാണ്. നീ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിന്റെ സെൻട്രൽ ഡോറാണ് നിന്റെ അബ്ബ. അതുകൊണ്ട് അബ്ബവും മാന മറന്നെങ്കിൽ നിനക്ക് സ്വർഗയില്ലാന്ന് പഠിപ്പിക്കുന്നത് അവിടെയല്ല, ഇവിടെയാണ്. മതപഠനശാലയില, മതകലാലയങ്ങളില, മദ്രസകളില. അതുകൊണ്ട് എന്റെ വാല് കേൾക്കുന്ന ഉമ്മ, പിരിശപ്പെട്ട ബാപ്പ, മക്കൾക്ക് മതവിജ്ഞാനം കൊടുക്കാൻ മറക്കല്ലേ. അത് ഫർളാണ്. ഉസ്താദ് വിഷയ ಗೊತ್ತುಂಟು, ನಾನು അവിടേക്ക് ബറ. അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെ യുവക്കുറു ചൗക്കട്ട് മീറിയിട്ട് പോയിട്ട് റോഡ് സൈഡിൽ തയ്ച്ചോ. ആ പഠിപ്പ് 10ാം ക്ലാസ് നേരെ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ പോകലാം. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി നല്ല ടൈറ്റിൽ പഠിക്കണം. നല്ല ഭാഷയാണത്, നല്ല മധുരമുള്ള ഭാഷയാണ്. എനിക്കങ്ങനെ ഇവർ സംസാരിക്കും പോലെ അങ്ങനെ നല്ല ഉഷാറായിട്ട് വരുന്നില്ല. ഭാഷ അത് പഠിക്കേണ്ടത് തന്നെയാണ്. ഇംഗ്ലീഷ് പഠിക്കണം, എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യണം. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറബി മാത്രമല്ല മറ്റിതര ഭാഷകളും അറിയാമായിരുന്നു എന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളെ നോക്കൂ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങള്, ഒന്നരായ നമ്മുടെ ദക്ഷിണ ജില്ലയുടെ ഖാദിയായിരുന്ന മഹാനരായ ശൈഖുനാ കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മഹാനർക്ക് 12 ഭാഷ അറിയാമായിരുന്നു. 12 ഭാഷ. നിങ്ങൾക്ക് എണ്ണി തീരുവോ 12 ഭാഷ? എന്താ മക്കളെന്താ പോണ്ടോ ഇത്ര ഭേദായിച്ചിട്ടേ പിന്നെ കുടിക്കുമ്പോ ഒരു പൂനെന്ന കാലാകുമ്പോ അവലെ പോ ಬೇಗ ಬೇಗ ಕುಡಿ ಅವ್ರು ದಯಚು ಕುಡಿ ಬೇಗ ನಂಗೂ ಡಿಸ್ಟರ್ಬ್ ಅವರು ಅಂಕು ಡಿಸ್ಟರ್ಬ್ ಅವರು ಎಲ್ಲರಿಗೂ ബുദ്ധിമുട്ടാകും. ബേ നോക്കി ഇരിക്കി പിന്നെ കുടിക്കാവല്ലോ. ഒരു പൂനെന്ന കാലാകുമ്പോൾ കുടിക്കാവാ. ഞാൻ അപ്പന്നെ കുടിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇടക്കേതയച്ചിട്ട് ഓർക്ക് മുന്നേതയച്ചിട്ട് ഏതോ അള്ളാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ എൻ്റെ വിഷയം മറന്നിട്ടില്ല, വിഷയത്തിൽ നിന്നിട്ട് തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ഇതും സൂചിപ്പിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചത് കൊണ്ട് സൂചിപ്പിക്കാൻ. അള്ളാഹു താല നമ്മുടെ ഇൽമ നാഫിയാക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ആദ്യമായിട്ട്, പ്രാഥമികമായിട്ട്, ഫസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മദ്രസൻ്റെ പഠിപ്പാണ്. 5 പൈസ ചിലവുണ്ട് അതിന്. എന്താ ഇംഗ്ലീഷ് മീഡിയമിന് ഫീസ് എത്ര ഫീസ്? കുറച്ച് വേണ്ടത് വേറെ. ഈ കൊറോണ ആയിട്ട് ഒരാണ്ട് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാർച്ച് 23 ഭർത്തി, കൊറോണന്റെ ബർത്ത്ഡേ ഒരു വർഷം ഭർത്തിയായി 23. ഈ കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിൽ 23 കഴിഞ്ഞ മാർച്ച് മാസത്തേക്കാണ് ലോക്ക്ഡൗൺ ഫസ്റ്റ് ഇല്ലേ. എന്നിട്ടും സ്കൂളിന്റെ പടി പോലും ഞങ്ങളെ കിടാവ് കണ്ടിട്ടില്ല, കാണാതെ വരാണ്ടായി. പല കിടാക്കൊക്കെ ഞങ്ങൾ ഈ സ്കൂൾ ഏടെ എന്നത് മറന്നിട്ടേ പോയി. എന്നിട്ട് പോലും ഈ സ്കൂളിൽ നിന്ന് ഫോൺ വന്നതിന് പരീക്ഷയ്ക്ക് ദൈപ്പാട്ടണമെങ്കിൽ പാതി ഫീസ് കെട്ടണം. കൊടുക്കാൻ നമ്മൾ റെഡിയില്ലേ? ഇല്ലേ? തയ്യാറില്ലേ? പഠിപ്പിച്ചോ? പ്രശ്നമല്ല, കൊടുത്തോ? അത് കൊടുക്കണ്ടെന്ന് പറയണില്ല. 5 പൈസ പോലും വാങ്ങാതെ, ഒരു ആധാർ കാർഡിന്റെ കോപ്പി പോലും ചോദിക്കാതെ നിന്നോ നിന്റെ മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട കലാലയമാണ്, പാഠശാലയാണ് ഞങ്ങളെ മദ്രസ. അവിടെ 10ാം ക്ലാസ് വരെ ഞങ്ങളെ നാട്ടുകാരെ പഠിപ്പിക്കാനുള്ള സൗകര്യ സവളത്തു ഫെസിലിറ്റി എല്ലാം ഒരുക്കി വെച്ചോ. ഒന്നരായ പ്രഗത്ഭരായ ഉസ്താദുമാരെ നിയമിച്ചോ. എന്നിട്ട് പോലും ഞങ്ങളെ മക്കൾക്ക് ദീനിയായ ജ്ഞാനം കൊടുക്കാൻ, അറിവ് കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറല്ലെങ്കിൽ ഞങ്ങളെ മക്കളതാ മതപഠനമില്ലാതെ തോന്നിയതുപോലെ ജീവിച്ച മറ്റു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പോയാൽ, അതുമാത്രം പഠിപ്പിക്കാൻ ഞങ്ങളെ മക്കൾ ഞങ്ങളെ ഒരിക്കൽ നിർത്തിയാൽ നാളെ അല്ലാഹുവിനോട് ഞങ്ങള് മണിമണിയായിട്ട് മറുപടി പറയേണ്ടി വരും കേട്ടോ, സംശയമില്ല. നല്ലോണം പഠിപ്പിക്കണം. 7ാം ക്ലാസ്സായി എന്ന് പറഞ്ഞിട്ട് പെണ്ണുകിടാവിന്റെ പഠിപ്പ് മുടക്കണ്ട. ചില സന്ദർഭങ്ങളിലൊക്കെ ഖുർആൻ ഓതണ്ട എന്ന നിയമതടസ്സങ്ങൾ ഉണ്ടാകാം, എന്നാലും പഠിക്കണ്ട എന്ന് എവിടെയും ദീന് പറഞ്ഞിട്ടില്ല.
ഇന്നിപ്പോ എങ്ങനെ പഠിപ്പിക്കുന്ന അങ്ങനെ ഉസ്താദുമാർക്ക് എല്ലാം ജോറാക്കാൻ കൊന്തല്ല. ഉസ്താദുമാർക്ക് അവരെ ഉപദേശിക്കാൻ പറ്റാല. ഞങ്ങളുടെ നാട്ടില് ഞങ്ങളാ ഭാഗത്ത് ഇപ്പല്ല കുറച്ച് കൊറോണന്റെ മുന്നേ വീടുള്ളവർക്ക് കുറച്ച് ತಾವಯಾರನಲ್ಲೇ ಅಲ್ಲೇ ಇಲ್ಲಿರುವವರಿಗೆ ಸ್ವಲ್ಪ ಬಾಯಾರಿಕೆ ಹೆಚ್ಚು ಅಂತ ಕಾಣ್ತದೆ ನನಗೆ. ഏതോ ആട്ടെ, അല്ലാഹു തആല ഞങ്ങളെ മക്കളൊക്കെ നന്നാക്കട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. 2 മണിക്കൂർ കിടക്കുന്ന വിളിപ്പിച്ച് പ്രസംഗിപ്പിച്ച് ബയ്യ ഞാൻ പോകുമ്പോൾ എനക്കെന്തെങ്കിലും ബർക്കത്തിനും തന്ന് എന്നിട്ട് ഔത്ത് പോയിട്ടാകുമ്പോൾ ഉമ്മാമ്മ കേട്ട് യന്ത്രല അളിച്ചൊന്നോ അമ്മാന്ന് കേട്ടെങ്കിൽ ഇതെല്ലാം പോയി വെറുതെ. ഇത് ദീന, ഇത് നിങ്ങളെ കൽബിൽ വേണം. നിങ്ങൾ ബായും വളർന്നിട്ട് ഇങ്ങനെ ദയിച്ചിട്ട് ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ വിട്ടെങ്കിൽ ഗോവിന്ദ എല്ലാം പോയി. ഇതല്ല, ഇത് പാട്ടല്ല, ഇത് യക്ഷഗാന ബയളാട്ടയല്ല, ഇതല്ലാന്റെ ദീനാണ്, ദിക്റുള്ളയാണ്. ഞങ്ങളെ കാതിൽ കേട്ടിട്ട് കൽബിലേക്ക് ഇറക്കിയിട്ട് ഞങ്ങളെ ദുന്യവിയായ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ചെയ്യേണ്ട, പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പൊന്നുമ്മ, പിരിശപ്പെട്ട പെങ്ങള്, നല്ല മുസ്ലിം, നല്ല പോലെ ശ്രദ്ധിച്ചോ. പഠിപ്പിച്ച, സ്കൂളും പഠിപ്പിച്ച, മദ്രസയും പഠിപ്പിച്ച. ഇന്നിപ്പോ മദ്രസ വലിയ കാര്യം എന്തെങ്കിലും ഒരു നേർച്ച വീട്ടുന്ന മാത്രം. ഏതായാലും മദ്രസ ഉണ്ട്, 5 പൈസന്റെ ഫീസും ഇല്ല, പോട്ടു. എന്നിട്ട് ഇതൊക്കെ കിടാവിനെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് അഡ്മിഷൻ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ആക്കുമ്പോഴത്തേക്ക് അപ്പ ചൊന്നന്തരം വന്നുണ്ടാ, ഉപ്പ ചൊന്നന്തരം വന്നുണ്ടാ. ബാപ്പ പറഞ്ഞെന്തറിയാ, എത്ര ഗಂಟೆಗೆ മദ്രസ തുടങ്ങുന്നേ? 7 ಗಂಟೆಗೆ ഒക്കെ. ನನ್ನ ಕಡಾವು ಇಂಗ್ಲೀಷ್ ಮೀಡಿಯಂ ಉಸ್ತಾದ್, ಈ ವ್ಯಾನೆಲ್ಲ ಬಂದು ನಿಂಗೊರು 7:15 ಬಿಡೋಣ. 7 ಗಂಟೆಗೆ ಬಂದ ಗಿಡವನೇ 7:15 ಬಿಡೋಣ. റിട്ടേൺ സ്കൂളിലേക്ക് പോകും. അപ്പൊ ഈ കാമണിക്കൂറിൽ കിടാവ് എന്തു പഠിക്കുന്നത്? കിടാവിന്റെ ബാഗിന്റെ ജിപ്പ് തുറക്കുന്ന 40 മിനിറ്റ് പോകണം, അത്ര ജിപ്പുണ്ടായി. ഈ കാമണിക്കൂറിൽ എന്ത് പഠിപ്പിക്കാന്? എന്നിട്ട് റബീഉൽ അവ്വൽ എന്ന് ഉഷാറിലെ പഠിച്ച കുട്ടികൾക്ക്, ഉഷാറിലെ പാട്ടുപാടിയ കുട്ടികൾക്ക് ഗ്ലാസും സമ്മാനായിട്ട് ട്രോഫിയും ക്യാഷ് അവാർഡും കൊടുക്കുമ്പോ 7:15 എന്നെ കിടാവിനെ കൊണ്ടുപോയ അബ്ബന്റെ ഗൗജി കത്തള, നന്റെ കിടാവ് കൊണ്ട് ഗ്ലാസ്, നന്റെ കിടാവ് കൊണ്ട് ക്യാഷ് അവാർഡ്. നിന്റെ കിടാവ് എന്തൊക്കെ ക്യാഷ് അവാർഡ്? 7:15 പോയല്ലേ നിന്റെ കിടാവ്? നീ ഔത്തുള്ള ഗ്ലാസ് കൊടുത്തിട്ട് സമാക്ക്. നിന്റെ കിടാവ് ഗ്ലാസും വേണം, 7:15 പോവുകയും വേണം. രണ്ടും നടക്കല്ല, ഏതോ ഒന്നോ ശരിക്കും പഠിപ്പിക്കണം ഇവിടെ. അല്ല ഉസ്താദ്, ഇംഗ്ലീഷ് മീഡിയം ദൂരല്ലേ, ഇതെല്ലാം അടുത്ത് അവിടെ കൂടെ കൂട്ടു. പെഞ്ഞാഴ്ച ഒന്നാൾ ഞാൻ അവിടേക്ക് മൂടപത്രിക കൂട്ടണം. എനിക്ക് ഊടെ കൂട്ടു, ഊടെ ഉണ്ടല്ലോ പഠിപ്പു. ഈ സ്കൂളിലും പഠിപ്പില്ലേ? കിടാവിന് മതവിദ്യാഭ്യാസമില്ലാതെ പോയാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല നിന്നെ പിടികോടും, അപ്പവും മര പിടികോടും. നിങ്ങൾ എന്നെ നോക്കിയേട്ടാ, നിങ്ങൾ എന്നെ നോക്കി. മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാതെ പോയാൽ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹു മാതാപിതാക്കളെ പിടികൂടും. മക്കളെ കാരണമായി മക്കള് മോശക്കാരായാൽ, മക്കള് തമ്മാടികളായാൽ, ധാർമ്മിക ചൗക്കട്ട് മീറിയിട്ട് ഞങ്ങളെ മക്കളങ്ങ് പോയാൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് മറുപടി പറയേണ്ടി വരുന്നത്, അല്ലാഹുവിന്റെ ലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് മക്കള് മാത്രമല്ല, ബാപ്പ ഉമ്മയായ നിങ്ങളും അവിടുന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഖുർആനാണ്, ശുദ്ധ ഖുർആനാണ്. നാളെ പരലോകത്ത് മക്കൾ അല്ലാഹുവിനോട് പറയും, തെമ്മാടിത്തരം ചെയ്തതിന്റെ പേരില്, മോശക്കാരായതിന്റെ പേരില്, പള്ളിയിൽ വരാത്തതിന്റെ പേരില്, മാതാപിതാക്കളെ അനുസരിക്കാത്തതിന്റെ പേരില്, ദീനീ ബോധമില്ലാതെ ജീവിച്ചതിന്റെ പേരില്, മതബോധമില്ലാതെ ജീവിച്ചതിന്റെ പേരില്, ധാർമ്മിക ചൗക്കട്ട് മീറി നടന്നതിന്റെ പേരില് നാളെ അല്ലാഹു തആല എല്ലാ അദാബും ഇറക്കപ്പെട്ട നരകത്തിലേക്ക് ഞങ്ങളെ മക്കളെ ബാല്യക്കാരെ വലിച്ചെറിയുമ്പോ ആ മക്കൾ അല്ലാഹുവിനോട് പറയുന്നത് എന്തറിയാ? പടച്ച റബ്ബേ, എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, അദാബിന്റെ ഗർത്തമായ ഭീകരമായ പീഡനങ്ങളുടെ സ്ഥലമായ ഭയങ്കരമായ നരകത്തിന്റെ കുണ്ടിലേക്ക് നീ എന്നെ വലിച്ചെറിഞ്ഞുവല്ലോ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാ, ശരിയാണ് റബ്ബേ, അതെനിക്കർഹിക്കുന്നതാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ കാരണമാ നീ
എന്നെ നരകത്തിലേക്ക് അയച്ചതാ. കള്ളുകുടി, വ്യഭിചാരം, പെണ്ണുപിടി, നിസ്കാരമില്ലായ്മ, എല്ലാവിധ തരികിടകളും ചെയ്തതിന്റെ പേരില് നീ എന്റെ കത്തിയാളെന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിൽ പടച്ച റബ്ബേ, നിന്നോട് എനിക്കൊരു അപേക്ഷ പറയാനുണ്ട് അല്ലാ. ഞാൻ നരകത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം ഞാനല്ല, എനിക്ക് മതവിദ്യാഭ്യാസം തരാത്ത, മദ്രസ പഠിപ്പിക്കാത്ത എൻ്റെ അബ്ബ ഉമ്മയാണ്. അവർ എനിക്ക് പഠിപ്പിച്ചില്ല ദീനേത്, ഇസ്ലാം എന്ത്, മതമെന്ത്, പള്ളി എന്ത് എന്ന് എനിക്കവർ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് അവരാണ് എന്നെ പഠിപ്പിച്ചത്, ഞങ്ങളെ പഠിപ്പിച്ചത്, ബടക്കാക്കിയത് അല്ലേ. പാതിരാ നേരം വരെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങളെ ബാല്യക്കാറ് ഇടിയെ റായത്തല്ല ചുറ്റിപ്പോയിട്ട് ഇങ്ങനെ നടന്നോട്ട് വന്നാറ്. നിസ്കാരമില്ല, ഒന്നുമില്ല. കേട്ടാമാ ഞങ്ങ കേട്ടാ അവരില് നീ നിസ്കരിച്ചെന്ന് കേട്ടാ. 2:10 12:50 4:45 ഔത്തുക്ക് വന്നിട്ട് ബാതിൽ മുട്ടുമ്പോ ബെല്ലടിക്കുമ്പോ അവൻ വന്നിട്ട് ഉൾക പോകുമ്പോ ഉമ്മയും അബ്ബയും പോയിട്ട് ബാതിൽ തുറന്നിട്ട് ഉടനെ കേട്ടത് മോണോ നീ ചോറുണ്ട് എന്നല്ലാതെ നീ നിസ്കരിച്ച മോണോ നീ പള്ളിക്ക് പോയ അബ്ബറൊട്ടിക നീ ഇന്ന് ഇത് ഞങ്ങാരും കേട്ടിട്ടില്ല. ഞങ്ങളെ വായിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടില്ല. പിന്നെ ഈ മക്കള് നാളെ റബ്ബിന്റെ കോടതിയിൽ വിടുവോ? അബ്ബ ഉമ്മയായ ഞാനും നിങ്ങളാ. ഞങ്ങ എന്താ വിചാരിച്ചോ ഞങ്ങ മാത്രം നിസ്കരിച്ചെങ്ങ് മയ്യാവും അല്ലേ? ഞങ്ങളെ നെറ്റിയിൽ നിസ്കാരത്തിന്റെ കലമുണ്ടോ? ബറാബർ. ഞങ്ങ ഡബിളജി ചെയ്തറാ, ഡബിളാജിയായിറാ, ബറാബർ. ഞങ്ങ വിചാരിച്ച അങ്ങനെ അല്ലേ? അപ്പൊ അബ്ബ ഇത് ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ അബ്ബ ചൊല്ലുണ്ട് ഉസ്താദ് അവൻ ബാല്യക്കാരായല്ലോ ഉസ്താദ്, ഇനിയിപ്പോൾ ഞങ്ങൾ ചൊന്നപ്പോൾ അവൻ കേൾക്കുവാണ്, നീ നിസ്കരിച്ചെന്ന് കേട്ടെങ്കിൽ അവൻ നിസ്കരിക്കുവാണ്. അവൻ ബെൽദായല്ലേ ഉസ്താദ്? ബെൽദായ ഇപ്പല്ലേ, അവൻ കുറെ വർഷം ചെറുതായിട്ടിന്നല്ലേ. അപ്പൊ നിങ്ങൾ എന്തൊരു ചൊന്നാർ? അവന്റെ ഉമ്മന്റെ പള്ളിന്ന് വരുമ്പോഴത്തേക്ക് താടി മീസ് വെച്ചിട്ട് വന്നമ്മ ചെറിയൊരു വയസ്സ് അവനെ കടന്നു പോയിട്ടില്ല. ചെറിയ പൈതലായിരുന്നില്ലേ, കുഞ്ഞായിരുന്നില്ലേ. എല്ലാം പഠിപ്പിച്ചാലും എന്ത് പഠിപ്പിച്ചാലും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൽബിന്റെ ഉടമയായി, നല്ലൊരു പളുങ്കുപാത്രം പോലെ തെളിഞ്ഞ ക്ലിയറുള്ള കൽബുമായി പടക്കപ്പെട്ടവനായി വന്നതല്ലേ നിങ്ങളെ മോൻ. ആ പ്രായത്തിൽ നിങ്ങെന്ത് പഠിപ്പിച്ചോ? ഇപ്പൊ നിങ്ങൾ ചൊന്നത് കേൾക്കുവോ ഉസ്താദ്? കേക്കല ಗಿಡವಾಗಿ ಬಗ್ಗದ್ದು ಮರವಾಗಿ ಬಗ್ಗಿತ್ತೆ ಎನಿ ಬಗ್ಗಲ. ചെറിയ തയ്യായിട്ടിക്കുമ്പോളെ ബഗിക്കണായി, അപ്പമേ ശരിയാക്കണായി, അപ്പമേ ചൊന്നുകൊടുക്കണായി, അപ്പമേ പള്ളിക്ക് കൊണ്ടുവരണായി, അപ്പമേ തലക്ക് തൊപ്പി പപ്പിക്കണായി. ഞങ്ങനെ തലക്ക് തൊപ്പി വെച്ചില്ല. ഇനി തൊപ്പി വെക്കാത്തത് ഉസ്താദ് ഗൗജാക്കെങ്കിൽ നാളെ ഇവിടെ ബദർ പള്ളിന്റെ സൈഡിൽ ബദ്രു ഉഹുദ് ജಂಟಿ കാളക. അവർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നില്ലേ എന്ന് ഓരോ മുണ്ടുന്നില്ല. മുഹമ്മദ് ഇല്ലല്ലേ, 4 ആളെ കൂട്ടി മാത്രമല്ല കേട്ടോ. ഇവിടെ ഏകദേശം 150, 200, 300 ആളുണ്ട്. ഈ ഭാഷ വലിയൊരു പ്രശ്നം തന്നെ. നിങ്ങൾ ഭാഷ കുറച്ച് ജാഗ്രത ആക്കണം ഇൻഷാ അല്ലാഹ്. എന്നൊക്കെ നിങ്ങളെ ഭാഷ ശരിക്കത് വരുന്നില്ല. എന്തോ നിങ്ങളെ പള്ളിന്റെ കറാമത്തോ ഉസ്താദിന്റെ കറാമത്തോ എന്നറിയല്ല, കുറച്ച് അറിയും. അതിങ്ങനെ ഈ സംസാരിച്ച് പഠിച്ചാ, അല്ലാണ്ട് നമ്മളെ ഭാഷ അതായിട്ടല്ലല്ലോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ A to Z നിങ്ങളെ ഭാഷയിൽ പറയാൻ എന്നെ കൊണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം പോയി. ഞാൻ ഒരാള് ബസ്സിൽ കയറിയല്ലോ, കോയിക്ക് എന്താ പറയാ? കോയും കൊണ്ട് ബസ്സിൽ കയറിയിട്ടാകുമ്പോ ഓന് വേറെന്തോ അറിയാല. ഓൻ കോയും കൊണ്ടിട്ട് തിന്നിട്ട് അങ്ങനെ പോകുന്ന മനുഷ്യൻ വേറെന്തോ അറിയാല. എന്ത് പഠിച്ചിട്ടുമില്ല, എന്തുമില്ല, സ്കൂളിന്റെ പടിയെ കണ്ടിട്ടില്ല, മദ്രസ ചെന്ന സംഗതി അറിയാല. ഇതന്നെ അബ്ബ ഉമ്മ പണ്ട് കോതി തിമ്മാട്ടിയോ ഇപ്പം കൊണ്ടുപോയിട്ട് ബറാബർ മോൻ തിന്നു. അങ്ങനെ കോളിയും പിടിച്ചിട്ട് ബസ്സിൽ വത്തിയപ്പോ കണ്ടക്ടർ കേട്ട പോലെ വേറെ ആർ ഗോയിങ് കേൾക്കുമ്പോ മോൻ ചൊല്ലിട്ട പോലെ വേറെ ആറ് കോളിയല്ല നന്റെ കോളിയേ. അവൻ കേട്ടെന്തരമോ മോൻ ചെല്ലതരമോ, കാരണം അവനക്ക് ഭാഷ പിടിയില്ലല്ലേ. ഭാഷ ഇല്ലങ്ങ് പോയി, ഭാഷ പോണം എല്ലാവർക്കും.
എല്ലാ ഭാഷയും വേണം. ചുരുക്കച്ചൊന്നല്ല, ചിന്തിക്ക വേണായിട്ട്. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. നാളെ റബ്ബിന്റെ കോടതിയല്ല നിങ്ങളെ മക്കളെ കാരണം നല്ല ബഹുമ നരകത്തിൽ പോവണാവൂ. നിങ്ങളെ നിസ്കാരം ക്യാൻസലാക്കൂ, നിങ്ങളെ ഇബാദത്തല്ല ബാത്തിലാക്കൂ, നിങ്ങളെ സകലമാന പുണ്യകർമ്മങ്ങളും നിഷ്ഫലമാകും. നല്ല ഉമ്മമാര്, നിസ്കാരമുള്ള നിലപാടുള്ള ദിക്റുള്ള ഖുർആൻ ഓതുന്ന അബ്ബ ഉമ്മമാര്, നിങ്ങൾ മാത്രം ചന്തത്തിലായിട്ട് സ്വാലിഹീങ്ങളായിട്ട് നന്നായിട്ട് കാര്യമില്ല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. ഖുർആനാണ് നിങ്ങളെ മക്കളെ, നിങ്ങളെ പെഞ്ഞായിമാര്, നിങ്ങളെ പരിവാരങ്ങള് നരകത്തിന്റെ ഭാഗം കാട്ടാതെ ജാഗ്രതാക്കേണ്ട വലിയ ഉത്തരവാദിത്വം, ജവാബ്ദാരി, കടമ അത് മാതാപിതാക്കളായ നിങ്ങൾക്കുണ്ട്. അല്ലാതെ പോയാൽ, ഞങ്ങളെ മക്കള് തമ്മാടികളായാൽ, ഞങ്ങളെ മക്കള് മോശക്കാരായാൽ, ഞങ്ങളെ മക്കള് മതം പഠിക്കാതെ പോയാൽ, ഞങ്ങളെ മക്കള് പള്ളി കാണാതെ പോയാൽ, നാളെ ആഖിറത്തിലെ മക്കള് റബ്ബിനോട് പറയും, പടച്ച റബ്ബ്, നന്മകൾ ചെയ്യാത്തതിന്റെ പേരില്, നിന്റെ പള്ളിയുമായി ബന്ധമില്ലാത്തതിന്റെ പേരില്, ബഹുമാനിക്കപ്പെടേണ്ട വലിയവരെ ബഹുമാനിക്കാത്തതിന്റെ പേരില്, നിസ്കാരവും നിലപാടും ഇല്ലാത്തതിന്റെ പേരില്, ധാർമ്മിക ചൗക്കട്ടും മീറിയതിന്റെ പേരില് നീ ഞങ്ങളെ നരകത്തിലേക്ക് എറിഞ്ഞുവെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം ഞങ്ങളെ അപ്പ ഉമ്മാണ്, ഞങ്ങളെ ബാപ്പ ഉമ്മയാണ്. കാരണം അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചില്ല, മതവിജ്ഞാനം തന്നില്ല. അതുകൊണ്ട് ഫാത്തിഹിം ലഅഫം മിനൽ അദാബ്. നല്ല പോലെ കേട്ടോ, അബ്ബ കേട്ടോ, ഉമ്മ കേട്ടോ, ഖുർആനാണ് ഈ പറയുന്നത്, ഖുർആനാ. ഫാത്തിഹിം ലഅഫം മിനൽ അദാബി വലാനുഹും ലഅനൻ കബീറാ. ഇത് മക്കൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കാണ്. നാളെ ആഖിറത്തില്, നാളെ പരലോകത്ത് പ്രവാചകന്മാർ പോലും പേടിച്ച് പറച്ച് ഗാബരിയായി നട്ടോട്ടമോടുന്ന ആ ലോകത്ത് ഞങ്ങളെ സ്വന്തം മക്ക, ഞങ്ങൾ പിരിശത്തില് പോറ്റിയ മക്ക, ഞങ്ങളെ കരളിന്റെ കഷ്ടങ്ങളായ ഞങ്ങളെ മക്ക, എല്ലാവിധ സുഖവും സൗകര്യങ്ങളും നോക്കിയിട്ട് എല്ലാ നിലക്ക് എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ട് ഞങ്ങളെ പോറ്റിയ ഞങ്ങളെ മക്കളില്ലേ, അവർ നാളെ റബ്ബിനോട് പറയണത് എന്തറിയാ, ഫാത്തിഹിം ലഅഫം മിനൽ അദാബ്. പടച്ച റബ്ബ്, ഞങ്ങളെ അബ്ബ ഉമ്മനെ നരകത്തിലേക്ക് ഇട്ട് നീ ശിക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഡബിൾ ഇരട്ടി ശിക്ഷ, അതിന്റെ ഇരട്ടി ശിക്ഷ, അതിന്റെ ഇമ്മടി ശിക്ഷ ഞങ്ങളെ അബ്ബ ഉമ്മാക്ക് കൊടുക്കല്ലാ. വലാനുഹും ലഅനൻ കബീറാ. ഞങ്ങളെ അബ്ബ ഉമ്മനെ നീ ലാനത്തിടണോ, ശാപിക്കണോ അല്ലാ. ഇബ്ലീസിനെ ശപിച്ചതുപോലെ, ഇബ്ലീസിനെ ലാനത്തിട്ടതുപോലെ ഞങ്ങളെ അബ്ബ ഉമ്മനെ നീ ശപിക്കണമെന്ന് പടച്ച റബ്ബിനോട് പറയുന്നത് നാട്ടുകാരല്ല, ക്ലബിലെ മെമ്പർമാരല്ല, സ്വന്തം നിങ്ങളെ മക്കളാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് നാശമാണ്. ആ മക്കൾ നല്ലവരാകണം, നിങ്ങൾക്ക് ഗുണം കിട്ടുന്നവരാകണമെങ്കിൽ അവർക്ക് നല്ലത് പഠിപ്പിക്കണം. ഇപ്പോൾ ടൈമായ ഇല്ലല്ലേ? നീയല്ല മനസ്സിലാകുന്നില്ല എനിക്ക്. ആ മക്കളെ നല്ലോണം പഠിപ്പിക്കണം, അതിലൊന്നും ബഹിൽ തരം കാട്ടണ്ട, ഫീസൊന്നും വേങ്ങുന്നില്ല. പിന്നെ മക്കളെ നല്ല പഠിപ്പിന് വേണ്ടിയിട്ട് ഉസ്താദുമാരെല്ലാം ഒരുങ്ങിയിട്ടുള്ളാറ്. ഞങ്ങന്നല്ലേ കേട്ടെ, ഉസ്താദുമാർ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ റായത്ത് കുറി ഉസ്താദ് വേണം ചെന്നപ്പോൾ ഞങ്ങൾ എന്തരല്ലേ കേട്ടാ, കമ്മിറ്റിരങ്ങ റായത്ത് മാനേജ്മെൻറ്റ്, റായത്ത് ഹിരിയന്മാർ എന്തെല്ലാം കേട്ടാർ. ഉസ്താദ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാ, സ്റ്റഡി ഉണ്ടാ, കോച്ചിങ് ഇതെല്ലാം ഉണ്ടാ, ലോവർ ഹയർ സെക്കൻഡറി ഹിസ്ബ് ട്രെയിനിങ് അത് ഇതെല്ലാം ഉണ്ടാ, എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾ ഫിറ്റ്. അയാൾക്ക് പറയൂ അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനത്തെ ആളെ എടുക്കണോ.
അങ്ങനത്തെ ആളെ എടുക്കണം. അങ്ങനത്തെ ആൾ നന്ന ബടി എടുക്കാല്ലേ, നന്നും ജോറാക്കാല്ലേ. പിന്നെ ഞങ്ങൾ ഇന്നത്തെ അബ്ബ ഉമ്മക്കെല്ലാം കിടാക്കളെ ജോറാക്കുക തീറ. പള്ളിൻ്റെ ഉള്ളിൽ കിടാവ് പാറിയിട്ട് പാഞ്ഞിട്ട് പള്ളിൻ്റെ ഉള്ളിലത്തെ ആ പിള്ളർ പൊളിച്ചങ്ങ് മോശമില്ല, റായത്തങ്ങ മുണ്ടൊക്കെ തീറ അല്ലേ അല്ലേ. ഞങ്ങളവിടെ ഞങ്ങളാ ഭാഗത്ത് ഏതോ ഒരു മദ്രസയിൽ കിടാവ് തൊപ്പി വെക്കാതെ വരുന്നത്. സാധാരണ എല്ലാ കുട്ടികളും മദ്രസ കയറുമ്പോൾ തൊപ്പി വെക്കും. ഒരു കുഞ്ഞ് തൊപ്പി വെക്കുന്നില്ല, ഒരു കുഞ്ഞ് തൊപ്പി വെക്കുന്നില്ലേ. അങ്ങനെ തൊപ്പി വെക്കാണ്ട് വന്നപ്പോൾ ഉസ്താദ് കിടാവിനെ ശകാരിച്ചു, ജോറാക്കി. തൊപ്പി വെക്കാണ്ട് തൊപ്പി വെക്കാണ്ട് നാളെ വന്നെങ്കിൽ ഇനി നിനക്ക് പ്രവേശനമില്ല, നോ അഡ്മിഷൻ, നിനക്കിനി ക്ലാസ്സിക്ക് അനുമതിയില്ല, നീ പുറത്ത്. പിറ്റൊന്ന് നോക്കുമ്പോൾ ഓണ്ടൊട്ടിക്ക് വേണ്ട അബ്ബവും ക്ലാസ്സിക്ക് രണ്ടാണ്. അബ്ബന്റെ വേറെ വിളി ഇളാബോ വന്നിട്ട് ഏത് ഉസ്താദുള്ളത് ആറുള്ളത് പിന്നെ ചിരിച്ചാൽ മതി കേട്ടോ. ഇത് അങ്ങനെ വന്ന് എന്തായി എന്തുമില്ല ഞങ്ങളെ കിടാവുന്ന ഇപ്പം മദ്രസ തുടങ്ങിയിട്ട് 6 മാസമായി. എൻ്റെ ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ഇവൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ 10, 17, 20ഓളം കുട്ടികളുണ്ട്. നല്ല അച്ചടക്കത്തോടെ പഠിക്കുന്ന കിടാവ്, നല്ല ഉഷാറുള്ള കിടാവ്, നല്ല ആക്റ്റീവാണ്, നല്ല പെർഫെക്റ്റാണ്, എല്ലാം കൊണ്ട് കിടാവ് ബെറ്ററാണ്, ഒരു മോശവുമില്ല. പക്ഷേ എല്ലാവരും നല്ല അച്ചടക്കത്തിൽ യൂണിഫോം ഇട്ട് തൊപ്പിയിട്ട് വരുന്നോ, നിങ്ങളെ കിടാവിന് തൊപ്പിയേ ഇല്ല, പറഞ്ഞാലും വെക്കുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞതിന് തൊപ്പിയില്ലാണ്ട് വരണ്ടാന്ന്. അപ്പം ഇയാൾ അപ്പൊ ചൊന്തം തോന്നുന്നുണ്ട, നിങ്ങൾ തലയിൽ തൊപ്പി ഉണ്ടായില്ലെന്ന് നോക്കണ്ട, നിങ്ങൾ പഠിപ്പാട്ടി അങ്ങ് മയ്യാവോ. എന്ത് പഠിപ്പാട്ടി? എൻ്റെ കൊപ്പറിന്റെ വില പഠിപ്പാട്ട് തന്നെ ഇതല്ലേ. തൊപ്പി വെക്കൽ സുന്നത്താൻ. ഖുർആൻ ഓതുമ്പോ, ഹദീസ് ഓതുമ്പോ, നിസ്കരിക്കുമ്പോ തലമറക്കൽ സുന്നത്താണ്. അത് നബി തങ്ങളെ ചര്യയാണ്. കക്കൂസിലേക്ക് പോകുമ്പോ, ടോയ്ലറ്റിൽ പോകുമ്പോ, ഖുർആൻ ഓതുമ്പോ, അതുപോലെയുള്ള കാലങ്ങളിലൊക്കെ തലമറക്കൽ സുന്നത്താണ്. അതെന്നല്ലേ പഠിപ്പിക്കണത്. നിങ്ങൾ പഠിപ്പാട്ടിയൊക്കെ വയ്യാവൂ, തൊപ്പി ഉണ്ടായില്ല നോക്കണ്ടെന്ന്, പിന്നെ അത് കുപ്പി ഉണ്ടാ നോക്കണം. ഇയാള് ഏതബ്ബല ഇയാള്? ചിലയിടത്ത് അങ്ങനല്ല. ഞങ്ങളെ മക്കളെ നിങ്ങൾ ചോറാക്കണ്ട, ഞങ്ങൾ ചോറ് കൊടുത്ത് പോറ്റോ. നിങ്ങൾ ചോറ് കൊടുത്ത് പോറ്റം തന്നെ പോവാ. ദീന് ചൊല്ലു കൊടുക്കണല്ലേ, നല്ലത് ചൊല്ലു കൊടുക്കണേയല്ലേ, ഉപദേശിക്കണേയല്ലേ. നിങ്ങൾ ചോറ് കൊടുത്തിട്ട് പോറ്റൊന്നും ചെന്നിട്ട് എന്ത് ചൊല്ലു കൊടുക്ക തീരെ. അപ്പൊ നിങ്ങൾ ഒരു വിഷയാക്കറോ, ഔത്തേ ഉൾഗ ഫ്രിഡ്ജിൽ വെക്കറോ, കൊണ്ടിട്ട് കിടാവറോ, അവിടെ മേയ്ക്കട്ട്. കുറെ അടുത്തുണ്ട് ഇത്, കുറെ ജാഗലുണ്ട് ഇത്. ഊടാന്നല്ല, ഊടുത്ത വിഷയമല്ല, ഊടുത്ത അങ്ങനെ തന്നെ കോന്നില്ല. ഊട ഉണ്ടെങ്കിൽ ഊടുത്തത് നിങ്ങൾ ബേജാറാക്കിയിട്ട് വല്ലേ ആളെന്തു വേണ്ട. അയാൾ അങ്ങനെ ചൊന്നല്ലേ ബാബ, പിന്നെ ഊടുണ്ടെങ്കിൽ ഞാൻ ഇല്ലെന്ന് ചൊല്ലണം, ശരിയല്ലേ അത്? പിന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഉസ്താദുമാരെ മുമ്പിൽ ആക്ഷേപിക്കുക, കുട്ടികളെ മുമ്പിൽ ഉസ്താദുമാരെ കുറ്റപ്പെടുത്തുക, കുട്ടികളെ മുമ്പിൽ വെച്ച് തന്നെ ഉസ്താദുമാരെ ചോദ്യം ചെയ്യുക. നാളെ ഇതേ കുഞ്ഞ് നിന്നേതാ പിടിച്ച് വേണ്ടാത്തതുപോലെ നിന്നെ പീഡിപ്പിക്കും കേട്ടോ. കാരണം ആദരിക്കപ്പെടേണ്ടവരുടെ ആദരവ് എങ്ങനെ കളയണമെന്ന് കിടാവിനെ പഠിപ്പിച്ചത് നീയാണ്. വലിയവരോട് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കുറ്റക്കേട് കാണിച്ചതിന്റെ പേരിൽ എന്നെ ഉപദേശിച്ച ഉസ്താദുമാരെ എങ്ങനെ ദ്രോഹിക്കണം, ചീത്ത പറയണമെന്ന് കിടാവിനെ പഠിപ്പിച്ചു കൊടുത്തത് അബ്ബയായ കാക്കയായ നീ തന്നെയാണ്. എന്നാൽ നാളെ അത് നിനക്ക് തിരിച്ചു കൊത്തും കേട്ടോ, സംശയമില്ല. അങ്ങനെ എന്തും കേൾക്കലും ഉണ്ടെങ്കിൽ ഈ വലിയ വലിയ കമ്മിറ്റിമാർ, ഞങ്ങളെ നേതാറന്മാർ, ആ മാനേജ്മെന്റ്, നമ്മളെ വലിയ ഹിരിയന്മാർ, സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലത്തെ ഉസ്താദന്മാർ, സദർ ഉസ്താദന്മാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ചൊല്ലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സലഹ കേൾക്കുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുണ്ടെങ്കിൽ മെല്ലെ സ്വകാര്യമായിട്ട്, കിടാവ് വേണ്ട, ഒട്ടിക കിടാവ് വേണ്ട, കിടാവ് നിന്റെ ഒട്ടിക ഉണ്ടെങ്കിൽ നീ ചൊല്ലോണ്ട് കിടാവ് റൊട്ടാ, നീ അവിടെ നില്ലുമ്മ, നീ അവിടെ അപ്പുറം നില്ലും, ഞാൻ വേണ്ട, നീ ഒട്ടിക്ക് വന്നിട്ട് കൂടെ ചകപകാക്കിയും കിടാവ് നാളെ പഠിക്കുക, നക്കും ഇതേപോലെ നാളെ ഇയാൾ ജുട്ടു പിടിക്കുക. എന്താ ഇയാളത് പഠിപ്പാട്ടിയല്ല നക്ക്? അല്ല ഉസ്താദ്, നിന്റെ കിടാവല്ലേ, നിന്റേതേ ബാവ കിടാവൂ, നിന്റെ കിടാവായനെ കൊണ്ടല്ലേ ഇതുകൊണ്ട് പറയണത്. നിന്റെ കിടാവ് നിനക്ക് ഉപകാരപ്പെടുന്ന കിടാവാകണം. നാളെ നീ പള്ളിപ്പറമ്പില് മറമാടപ്പെട്ടാൽ അവിടെ വന്നിട്ട് എൻ്റെ അബ്ബക്ക് പൊറുക്കല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ, ഇത് എൻ്റെ ഉമ്മ, പടച്ച റബ്ബേ നിന്റെ ഉമ്മക്ക് പൊറുക്കല്ല, ഇത് നിന്റെ അബ്ബ, നിന്റെ വിരിശപ്പെട്ട അബ്ബ, നിന്റെ കരളിന്റെ കഷ്ടമായ നിന്റെ അബ്ബ,
നിന്റെ അബ്ബക്ക് നീ പൊറുക്കല്ല. എന്നാ കിടാവ് വന്നിട്ട് ദുആറക്കണമെങ്കിൽ നീ നല്ല പോലെ കിടാവിനെ പഠിപ്പിക്കണോ. പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, നാട്ടുകാര്, ഹിരിയന്മാരെ, ദീനിന്റെ ഇൽമിനെ ഒക്കെയും നീ ആദരിക്കണോ. എന്നെങ്കിലേ കിടാവിന് ഉപകാരപ്പെടൂ. ഞങ്ങൾ പഠിക്കേണ്ട പാടാണത്. ഞങ്ങളെല്ലാവരും പഠിക്കേണ്ട വിഷയമാണത്. നല്ല പോലെ കേൾക്കണം. ഈ കുഞ്ഞാണ് നാളെ വലുതായി വന്ന് നാട്ടിലൊരു ചെറുപ്പക്കാരനാകുന്നത്, ബാല്യക്കാരനാകുന്നത്, യുവാവാകുന്നത്, യുവതിയാകുന്നത്. എന്നാൽ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. പൊന്നു മുസ്ലിം, നല്ല പോലെ കേട്ടോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാമുഖ്യത നൽകപ്പെട്ട, ഏറ്റവും ശ്രദ്ധ നൽകപ്പെട്ട, ഏറെ വില നൽകപ്പെട്ട പ്രായമാണ്, അവന്റെ കാലമാണ്, അവന്റെ നാളാണ്, അവന്റെ യുവത്വകാലം, യൗവനകാലം, യുവത്വകാലം. അതേ യുവതി, യുവാവ് എന്നുള്ള പ്രായം, ചോരത്തിളപ്പുള്ള പ്രായം. ആ പ്രായത്തിൽ നീ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുമ്പോ, നീ അല്ലാഹുവിനെ അനുസരിക്കുമ്പോ അല്ലാഹുക്ക് അതേറെ ഇഷ്ടമാണ്. അതേറെ ഇഷ്ട. യുവാക്കൾ ചെയ്യുന്ന ഇബാദത്ത് കണ്ടിട്ട് അള്ളാഹുവിന്റെ അർശ് താങ്ങുന്ന മലക്കുകൾ പോലും ചിരിക്കുമെന്ന് ഹദീസിൽ കാണാം. മനസ്സിലായിട്ട? ബാല്യക്കാർത്തി പെണ്ണുങ്ങ, ബാല്യക്കാർത്തി പെണ്ണുങ്ങ, യുവക്ക യുവതിയറോ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ ഖുർആൻ ഓതുന്നത് കാണുമ്പോ, അള്ളാഹിന്റെ മുമ്പിൽ മടങ്ങിയത് കാണുമ്പോ, അള്ളാഹിന്റെ മുമ്പിൽ കരഞ്ഞു ദുആരക്കുന്നത് കാണുമ്പോ റബ്ബ് സന്തോഷിക്കുന്നു, അല്ലാഹ് സന്തോഷിക്കുന്നു. അവന്റെ മാലാകമാറത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നു. എന്തേ കാരണ? ആ പ്രായത്തിൽ അവന്റെ ഇബാദത്ത് വലിയ കാര്യമാണ്. ഇബാദത്ത് മറക്കേണ്ട പ്രായമാ, അല്ലാഹനെ മറക്കേണ്ട പ്രായമാ, ദീനില്ലാതെ നടക്കേണ്ട പ്രായമാ. പക്ഷേ അങ്ങനൊന്നും പോകാതെ അല്ലാഹന്റെ ദീനിലായി ജീവിച്ച് അല്ലാഹന്റെ ഇബാദത്തിലായി കഴിഞ്ഞു പോയ നല്ല യുവതിയുവാക്കള് സുബ്ഹാനല്ലാഹ്, അവർ ഈ ദീനിന്റെ വെളിച്ചമാണ്, നക്ഷത്രമാണ്, ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ധൈര്യമാണ്. അല്ലെങ്കിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുവാക്കളോട്, യുവതികളോട് അവർ നിങ്ങൾ ദൂരതീറ ബാല്യക്കാറുണ്ടല്ലേ, ബാല്യക്കാർ അങ്ങനത്തെ അപ്പുറം തപ്പ് എന്തെങ്കിലും ആക്കിയെങ്കിൽ ഞങ്ങൾ അത്ര പെട്ടെന്ന് ജോറാക്കിയിട്ട് എപ്പോൾ അങ്ങോട്ട് അരസ, അല്ലെങ്കിൽ എപ്പോ ഞങ്ങളെ കമ്മിറ്റിന്ന് പുറത്ത് അല്ലെങ്കിൽ പുരന്ന് പുറത്ത് ഔട്ട്. അവൻ വേണ്ട അവൻ പണ്ട് സമാന്റെ കാലത്തിൽ ഒരു കള്ളു കുടിച്ചതാ. അത് അതിനെ വെച്ചിട്ട് നിൽക്കില്ല. ബാല്യക്കാരെ ആ പ്രായത്തില് യുവതി എന്ന പ്രായത്തില് അവരുടെ യുവത്വകാലത്ത്, ആ നല്ല കാലത്ത് തെറ്റ് ചെയ്യുക എന്നത് സാധാരണയാണ്. ആ പ്രായത്തിൽ തെറ്റ് വരും. കാരണം എന്തേ? പ്രായം അതാണ്. അവർ എന്തും സ്വീകരിച്ചോളൂ. കളർഫുള്ളായിട്ട് കാണുന്നതെല്ലാം അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് പിന്നെ ഹറാമ ഹലാലെന്ന് തോറും നോക്കിയാല. നല്ല 1.5 ഗ്ലാമറുള്ള ഒരു പെണ്ണ് മുമ്പിൽ നടന്നെങ്കിൽ ഓൻ പെഞ്ഞായി ഓൻ്റെ കയ്യിലുണ്ടെങ്കിലും ആ പെണ്ണിനെ കാണുമ്പോൾ കമൻ്റ് അടിക്കും. എന്തേ? പ്രായം അതാണ്. അപ്പൊ ആ പ്രായത്തിൽ തപ്പു സഹജ, സാധാരണയാണ്. പക്ഷേ അതിന്റെ പേരിൽ അവനെ കാലാകാലം ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഊസിക്കും ബിശ്ശബാബി ഖൈറാ, നിങ്ങളോട്, നാടിന്റെ ഹിരിയന്മാരോട്, ബുദ്ധിയുള്ളവരോട്, വിവേകമുള്ളവരോട്, കുറച്ചൊക്കെ പ്രായമുള്ളവരോട്, യുവത്വം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് മേലെ കയറിയവരോട്, അറിവുള്ളവരോട്, ബുദ്ധിയുള്ളവരോട് നബി തങ്ങൾ ഉപദേശിച്ച നല്ലൊരു ഉപദേശമുണ്ട്. ഊസിക്കും ബിശ്ശബാബി ഖൈറാ, ബാല്യക്കാരോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കണേ, അവരോട് നല്ലത് പറയണേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. യുവതിയറ, നിങ്ങൾ കാലാകാലം അകറ്റല്ലേ. പണ്ടപ്പോ അങ്ങളെ വായില് വന്നൊരു തപ്പോ, അങ്ങളെ ജീവനത്തിൽ വന്നൊരു തപ്പോ, ആ
പ്രായത്തിൽ വന്നൊരു തപ്പ് അതിങ്ങനെ ആണ്ടുമ്പോൾ ചൊന്നു നടന്നിട്ട് ഞങ്ങളെ ബേജാറാക്കുതീറ. അതൊരു തപ്പായിട്ട് കാണുതീറ. ഉസീകും ബിശബാബി ഖൈറാ ഫഇന്നഹും മർഖു അഫ്ഇദാ. അവർ വളരെ നൈർമല്യ ഹൃദയമുള്ളവരാണ്, സോഫ്റ്റഡ് മൈൻഡഡുകാരാണ്. അതെ, വളരെ വളരെ ലോല ഹൃദയക്കാരാണ്. അവരങ്ങനെ കുറ്റപ്പെടുത്തരുത്. അല്ല ഉസ്താദ്, വല്ലക്കാർ ഇബാദത്തെടുക്കുമ്പോൾ അള്ളാഹു താലാന്റെ മലായികത്തിങ്ങ ചിരിക്കൂ, അള്ളാഹുക്ക് സന്തോഷമാവും ചൊന്നാറല്ലേ. അപ്പൊ വയസ്സന്മാർ ഇബാദത്തെടുക്കുമ്പോൾ അല്ല ചിരിക്കൊന്നും ചെയ്യല, മലായികത്തിങ്ങൊന്നും ചിരിക്കല്ല. എന്തേ വയസ്സന്മാർ നിസ്കരിക്കൊണ്ടേതല്ലേ, എന്നെപ്പം നിസ്കരിക്കുന്ന ഊന്തിയ പിന്നെ കബറുക്കും, എന്നെ ടൈമില്ലല്ലേ ചിരിക്കോ. അവന്റെ ആ പ്രായത്തിൽ അവൻ ആക്കുന്നത് വലിയ കാര്യമേ. വയസ്സായിട്ട് നിനക്ക് ബോധം വന്നില്ലെങ്കിൽ, പ്രായമേറിയിട്ട് നിനക്ക് ബോധം വന്നില്ലെങ്കിൽ, നര ബാധിച്ചിട്ടും നീ അല്ലാഹനെ അറിഞ്ഞില്ലെങ്കിൽ, ഇനി ഏത് സമയത്താ സഹോദര ഇല്ല ഇല്ല ഇനി നേരമില്ല. ഇരിക്കട്ടെ, ഇത് കേട്ടോ, മുത്തുനബി തങ്ങൾ പറയുകയാ, ബാല്യക്കാരെന്ന വിഭാഗം യുവാക്കള് യുവതികള് എന്നുള്ള വിഭാഗം ഒരിക്കലും അവരോട് നിങ്ങൾ കർക്കശ നിലപാട് സ്വീകരിക്കരുത്. പിന്നെ സ്ട്രോങ് ആയിട്ട് പെരുമാറരുത്. അവരോട് നിങ്ങൾ എപ്പോഴും നന്മ ഉപദേശിക്കണം. അട്ടുമോണോ സാരമില്ല, പോട്ടുമോണോ സാരമില്ല, ആയി മോണോ സാരമില്ല, ഇനി ചന്തത്തിലാവണോ മോണ്, അത് സാധാരണയല്ലോ ഉമ്മ, അതങ്ങനെ പണ്ടല്ലോ ഉമ്മ, നിന്റെ പിന്നെ വയസ്സതല്ലേ, സാരയില്ല കിടാവോ, സാരയില്ല കുഞ്ഞ്, ഞങ്ങൾ ആ പ്രായത്തിൽ എന്തെല്ലോ ആക്കിയോണ്ടിന്ന നിന്റെ ഇത് വലിയ വിഷയല്ല, അത് ഗംഭീരാക്കണ്ട. നീ നല്ല മോണോ, നീ നല്ല മോളോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരോട് നല്ലത് ഉപദേശിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, ബാല്യക്കാരറിയുമോ, അതേ ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. ഞാൻ ദീനീ പ്രബോധനവുമായിട്ട് വന്നപ്പോ അള്ളാന്റെ വേദവുമായി ഖുർആനുമായി മക്കക്കാരുടെ ഇടയിലേക്ക്, നാട്ടുകാരുടെ ഇടയിലേക്ക് ദീനീ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ അതെ എനിക്ക് ഏറെ സപ്പോർട്ട് തന്നത്, എന്റെ ബെണ്ണളുമായിട്ട് നിന്നത്, എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് നിന്നത് ആരറിയുമോ? വയസ്സന്മാരല്ല. നബി തങ്ങൾ ഹദീസ്. ഇനി വയസ്സന്മാർ നണ്ടോട്ട് ചൂടാണ്ട, ഇയാൾക്ക് എന്ത് പോകും നിങ്ങളുടെ ഇത്ര അർസ, നിങ്ങളുടെ അർസൊന്നുമില്ല, നിങ്ങൾ റായത്ത് നല്ലങ്ങ, നിങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബാക്കിയായ അള്ളാഹുവിന് റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന നല്ല നല്ല വയസ്സന്മാർ ഈ ലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഇല്ലാണ്ടായിരുന്നെങ്കിൽ വന്ന കൊറോണ പോവല, അള്ളാന്റെ അദാബ് പിന്നെയും പിന്നെയും അള്ളാന്റെ അദാബ് വരാതെ, അള്ളാന്റെ പരീക്ഷണങ്ങൾ വരാതെ, വന്ന പരീക്ഷണങ്ങളെ വേഗ അല്ല കൊണ്ടുപോയിട്ട് ഞങ്ങളെ കാത്തത്, നാട്ടുകാരെ കാത്തത്, റായത്തങ്ങളെ കാത്തത്, ഈ ലോകത്തെ കാത്തത് ഞങ്ങളെ കാരണമല്ല, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന നല്ല വയസ്സന്മാരെ കാരണമാണ്. അങ്ങ നാടിന്റെ വലിയ ശ്രീരക്ഷ ആറ് 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 ഇപ്പുറം നോക്ക് ആറ് ആറ് ചൊല്ലോറില്ലേ, ആറ് വയസ്സന്മാർ. ആ അങ്ങ് അള്ളാന്റെ ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ വഴി അടയാളമാണ്. ആ ഫോൺ അതീതലത്തിൽ സൈലന്റ് ആക്കൂ. ദീനിന്റെ മജ്ലിസാണ്, ഇൽമിന്റെ മജ്ലിസാണ്, സ്വർഗത്തിന്റെ തോപ്പാണ്. ഞങ്ങത്തത് അത് വിടറു. ഈ ജാഗ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഈ കൂടിയ ജാഗ, നിങ്ങൾ ആളെ നോക്കണ്ട, നന്റെ നോക്കണ്ട, നിങ്ങളെ നോക്കണ്ട, ആരെയും നോക്കണ്ട. ഈ ടൈമോ നിങ്ങൾ ഈ ദയിച്ച ഈ ടൈമോ ഇത് വലിയൊരു സമയ. ഈ ജാഗക്ക് ഇപ്പൊ പേരെന്തുണ്ട, നിങ്ങ ഈ ദയിച്ച ഈ ജാഗ, ഉമ്മ പെങ്ങന്മാരെ നിങ്ങ ദയിച്ച ജാഗ, ആ ജാഗന്റെ പേര് ഉളായി ബെട്ടോ പള്ളിന്റെ ജാഗ എന്നല്ല. ആ ജാഗ ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഭാഗമാണ്. അവിടെ ദയിച്ചങ്ങൾക്ക് അല്ലാന്റെ റഹ്മത്തുണ്ടോ, അവിടെ ദയിച്ചങ്ങളെ ദുആക്ക് അല്ലാന്റെ ഉത്തരവുണ്ടോ, നിങ്ങളൊട്ടിക ഈ ടൈമിലും മലായികത്തിങ്ങ ഉണ്ടോ? അതുകൊണ്ട് ഈ സമയത്തിന്റെ അതബ് നിങ്ങൾക്കാക്കണോ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കും. അതൊന്നും ശരിയല്ല. ഇങ്ങോട്ടോ വയസ്സന്മാരുള്ളത് കൊണ്ട് ഞങ്ങൾ ബാക്കിയായ ഞങ്ങളെ ദൂരല്ല, ഞങ്ങളെ ദൂരല്ല. നല്ല വയസ്സന്മാർ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു അഭയമാണ്. അവരില്ലായിരുന്നെങ്കിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി തങ്ങളെ ഹദീസിലും കാണാം, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന നല്ലവരായ വയസ്സന്മാരില്ലായിരുന്നെങ്കിൽ, ഇവിടെ ഇല്ലാണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഇന്നില്ലെങ്കിൽ എപ്പമോ അള്ളാഹു ഈ റായത്തെ മുക്കിയിട്ട് അളകട്ട. ബാക്കിയായ എന്തോ നല്ല വയസ്സന്മാരുള്ളത് കൊണ്ട്. നല്ല വയസ്സന്മാർ അവിടെ നിസ്കരിച്ചിട്ട് പിന്നെ ഹൗലിന്റെ കട്ടൽ ദയിച്ചിട്ട് കുർപ്പാത്തന്റെ വയസ്സല്ല, അവിടെ ദയിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ദിക്റെടുത്തിട്ട് നല്ല നിലക്ക് അള്ളാഹ്ക്ക് വേണ്ടി ബാധിച്ചെടുക്കുന്ന വയസ്സ്. അല്ലാണ്ട് അവിടെ ഓതിയോ അവിടെ ഖുർആൻ ഓതി എല്ലാം ആക്കി പള്ളിന്റെ പുറത്ത് വന്നിട്ട് ഉദയിച്ചിട്ട് അയാളെന്തല്ലേ മുക്രി എന്തല്ലേ ദ്വാർക്ക് സ്പീഡാക്കിയോ? അതെങ്കിലും മദ്രസ വിട്ടില്ലല്ലോ, 9:50 മദ്രസ വിട്ടു. അയാളെന്ത് 8:40 പോയോ? എന്തെങ്കിലും അർജന്റിക്ക് പോവോ? നിങ്ങൾ അയലോട്ടേക്ക് കേൾക്കൂറില്ലേ? ഊടെ ദയിച്ചിട്ട് അപ്പുറം നോക്കിയിട്ട് കേട്ടു ആർക്ക് എന്ത് കാര്യം? ആ കേൾക്കുന്നത് കൊണ്ട് നന്മയില്ല, ആ കേൾക്കുന്നത് ഗുണമില്ല. കേൾക്കേണ്ടവരോട് കേൾക്കേണ്ട സമയത്ത് തന്നെ കേൾക്കണോ? കേൾക്കണ്ടെന്നല്ല, 8:40 എന്ത് പോയെന്ന് കേൾക്കേണ്ട റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. കാരണം അയാൾ ഞങ്ങൾ ശമ്പളം കൊടുത്ത ആള് അയാളൊട്ട കേട്ടങ്ങായല്ലേ, അല്ലെങ്കിൽ അയാൾ നിയമിച്ച ആളുടെ അല്ല അങ്ങോട്ട് കേട്ടങ്ങായി. ഇത് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അങ്ങാടിലിച്ചിട്ട് ഇവിടെ ഇയാളിട്ട് സുജൂദ് കണക്കില്ല. ഇയാൾ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരം എത്ര, ഇയാൾ ഓതിയ ഖുർആന്റെ പേജ് 18 എന്തൊക്കെ ആർക്ക് എല്ലാം പോയി. നാളെ ആഖിറത്തിലെത്തിയെങ്കിൽ അതൊന്നും കാണല. നിന്റെ നന്മയുടെ ഭാഗം നോക്കിയാൽ ആ ഭാഗം എംടിയാണ്, ഗാലറി ശൂന്യമാണ്, ഒരു അമലും അവിടെ ഇല്ല. അങ്ങോട്ടോ ബാല്യക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദീനി പ്രബോധനവുമായിട്ട്, ദീനിന്റെ ആ ഒരു ക്ഷണിക്കുന്ന ചുമതലയുമായിട്ട്, നുബുവത്തുമായിട്ട്, ആ ഒരു പ്രവാചകത്വ ദൗത്യവുമായിട്ട് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഖുറൈശികൾക്കിടയില് മക്കക്കാർക്കിടയിൽ ഞാൻ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ഏറെ സപ്പോർട്ട് ചെയ്തത്, എന്റെ മാർഗം സ്വീകരിച്ചത്, എന്റെ ബാക്കിന് കൂടിയത്, എനിക്ക് ബെണ്ടളുബായി നിന്നത്, എനിക്ക് റൈറ്റ് ഹാൻഡായി സപ്പോർട്ടാക്കിയത് ബാല്യക്കാരാണ്. നബിതങ്ങൾ പറയാ, അബൂജഹലിനെ പോലെയുള്ള വയസ്സന്മാർ, അബൂ സുഫിയാനെ പോലെയുള്ള പ്രായമുള്ളവര്, ഉത്തുബത്തിനെ പോലെയുള്ള ഉത്തുബത്തിനെ പോലെയുള്ള വയസ്സുള്ളവര്, ಹಿರಿಯന്മാര്, അങ്ങനെയുള്ള സൈഡ് പോയാറ്, നന്റെ കല്ലറ പോയാറ്, നന്റെ ആക്ഷേപിച്ചാറ്, നന്റെ കൂടെ ബഹിഷ്കാരാക്കി നോക്കിയാറ്, കമ്മിറ്റിന്ന് പുറത്താക്കി ആലോചന ആക്കിയാറ്. എന്നെങ്കിൽ റായത്തെ ബാല്യക്കാരില്ലേ? ഉമർ ഖത്താബ് തങ്ങളെ പോലെ, ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ, മുസ്അബ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ, അങ്ങനെയുള്ള യുവാക്കള്, ബാല്യക്കാർ, യൂത്ത് വിംഗ്, യങ്മെൻസ്, അവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ബാല്യക്കാരെ കുറ്റപ്പെടുത്തല്ലേ. ധാർമ്മിക ചൗക്കട്ട് മീറിയിട്ടാണ് അവർ പോകുന്നതെങ്കിലും അവരോട് നല്ല നിലക്ക് ഉപദേശിക്കണേ, അവരെ ആക്ഷേപിക്കല്ലേ. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ബാല്യക്കാർ നല്ല കാണാം, നിങ്ങൾ നല്ല റായ നല്ലായി, നാട് നല്ലായി, സമാജം നല്ലായി, സമുദായം നല്ലായി അല്ലേ? ഇന്നിപ്പോ നോക്കൂ, ഞങ്ങളെ സമുദായത്തിന്റെ ഒരു പരിതാപകരമായ ദുഃഖകരമായ ഒരവസ്ഥ. ഞങ്ങളെ ബാല്യക്കാരെ നോക്ക്, ഏത് തെമ്മാടിത്തരത്തിന്റെ കാര്യത്തിലും നമ്മുടെ ബാല്യക്കാരുണ്ട്. എല്ലാ തെമ്മാടിത്തരത്തിന്റെ കാര്യത്തിലും നമ്മുടെ ബാല്യക്കാര് സാന്നിധ്യമുണ്ട്. വേണ്ട ഫാന് തൊണ്ട ഡ്രൈയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കി, സോഷ്യൽ മീഡിയ നോക്കി, ദണ കള്ളത്തണ മൂവറ ബന്ധണ, മൂന്നാളും ഞങ്ങളെ ആൾമാറ്, കള്ളപട്ടി സാറായി, ಐವರು ಆರೋಪಿಗಳು, ಐವರು ನಮ್ಮವರೇ. അല്ല ഉസ്താദ്, അയാളുണ്ടല്ലേ, ഒരാളല്ലേ, 90% ഞങ്ങളതേ അല്ലേ? ഞങ്ങാറ് കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമാജ, മാദരി സമാജ, എല്ലാവർക്കും പിന്നെ സ്വീകരിക്കാൻ പറ്റിയ സമുദായ. എന്നിട്ട് ഞങ്ങളെ ഭാഗത്തോ ഒരുപാട് തെറ്റുകള്.
നിങ്ങൾക്ക് വിഷയം തൊണ്ട ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ട, ഇന്ത്യയുടെ കാനൂൺ ഉണ്ടാക്കിയ എഴുതിയ ആള് ഡോക്ടർ BR അംബേദ്കർ. ഒന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒന്നില്ലേ? സ്കൂളിലെല്ലാം പഠിപ്പാട്ടി കൊണ്ടുണ്ട്. അയാള് ആളൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആൾ. ഹിന്ദു മതത്തിലെ താരതമ്യ അവിടെയുള്ള പിന്നെ ഈ കീഴു മേളു ജാതി ആ ഒരു വിവേചനമെല്ലാം കണ്ടിട്ട് അയാൾക്ക് ഭയങ്കര ബേജാറ്. അയാൾ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളല്ലേ. അയാൾ എന്താക്കി വന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ അയാൾ തീരുമാനിച്ച് ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ച ആയെങ്കിൽ ഞാൻ ഹിന്ദുവായിട്ട് ചാവല, അതൊക്കെ ഞാൻ റെഡിയില്ല. കാരണം ഹിന്ദുത്വം ചൊല്ലുമ്പോൾ അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. സത്യത്തിൽ ഹിന്ദു മതം നല്ല മതമാണ്, ഞങ്ങൾ ആ മതത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ശാന്തിയുടെ മതമാണ്, സമാധാനം പഠിപ്പിക്കുന്ന മതമാണ്. ആളെ നോക്കാതെ കൊല്ലണമെന്നോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന്റെ പേരിൽ നിഷ്ഠൂരമായി കൊല ചെയ്യണമെന്നോ, അതല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ട് അയാളെ പീഡിപ്പിക്കണമെന്നോ, അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വന്നയാള് ക്ഷേത്രത്തിന്റെ പറമ്പില്, ദേവസ്ഥാനത്തിന്റെ പറമ്പില് വെള്ളം കുടിക്കാൻ വന്നയാള് ദലിതനായി പോയി എന്നതിന്റെ പേരില് ഭീകരമായ നിലക്ക് കൊല ചെയ്യണമെന്നോ ഹിന്ദു മതം പഠിപ്പിക്കുന്നില്ല. ഹിന്ദു മതത്തിന്റെ ആശയം ശാന്തിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. സുപ്രഭാതം പുലർന്നാൽ, രാവിലെ ആയാൽ ഈ ലോകത്തുള്ള മുക്കുമൂലകളിലുള്ള സകല ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നിട്ട് മുഴങ്ങുന്ന ശാന്തിയുടെ മന്ത്രധ്വനി. എല്ലാവർക്കും ശാന്തി. സർവോ ജന സുഖിനോ ഭവന്തോ. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, എല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. അതെ, എല്ലാവർക്കും ശാന്തി. ഇതാണ് ഹൈന്ദവ മതം. ആ ഹൈന്ദവ മതത്തിൽ തീവ്രവാദം ഭീകരവാദം ഒന്നും ഇല്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അത് എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും. പിന്നെ ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നു, ഭീകരവാദം പഠിപ്പിക്കുന്നു, അങ്ങനൊന്നും ചൊല്ലണ്ട. ഭീകരവാദം തീവ്രവാദം ഒന്നും ഇസ്ലാമിലും ഇല്ല, ഒരു മതത്തിലും ഇല്ല. പിന്നെ ആ പേര് വെച്ചിട്ട് എന്തോ ആക്കിയെങ്കിൽ അങ്ങനെ മാത്രം ചൊന്നങ്ങായി. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, ലോകം കണ്ട സൂപ്പർ ഗ്ലാമറുള്ള പ്രധാനമന്ത്രി എന്ന് ഗിന്നസ് റിക്കാർഡായ ആള് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ലോകം കണ്ട പ്രധാനമന്ത്രിമാരിൽ ഗ്ലാമർ കൊണ്ട് 1-ാം സ്ഥാനം അലങ്കരിച്ചയാൾ. അയാളത്ര ചന്തത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഇന്നോളം ലോകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നറിയാല. ഇപ്പത്തോനക്ക് എന്തെങ്കിലും ചന്തയില്ല പോട്ട്. അല്ല, നിങ്ങൾ അത് ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട. അങ്ങനെ അയാള് തമിഴ്നാടിൻ്റെ പെരുമ്പൂരിൽ വെച്ചിട്ട് LTT തീവ്രവാദികളായ നളിനിയും അതുപോലെയുള്ളവരും കൂടിയിട്ട് ബോംബിട്ട് കൊന്നു അല്ലേ? അവർ മുസ്ലിം തീവ്രവാദികളാണോ? അല്ലല്ലോ. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ബുദ്ധന്റെ അനുയായികളാണ് LTT വേളുപിള്ള പ്രഭാകരന്റെ അനുയായികളാകുന്ന ബുദ്ധമതക്കാരായ ആ തീവ്രവാദികൾ. പക്ഷേ അതുകൊണ്ട് ആ ബുദ്ധമതത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റല്ല. അവർക്ക് മതമില്ല, തീവ്രവാദത്തിന് മതമില്ല. അത് എല്ലാ മതത്തിന്റെ അനുയായികൾക്കും ആ സ്വഭാവം ഉണ്ടാവും. അതിനാ മതത്തെ കുറ്റപ്പെടുത്തരുത്, മതത്തെ ആക്ഷേപിക്കരുത്. ഹൈന്ദവ മതത്തെയോ ക്രിസ്തവ മതത്തെയോ ആക്ഷേപിക്കരുത്. നിങ്ങൾ നോക്കൂ, ആ ഇറാഖിലെല്ലാം ബോംബിട്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകളഞ്ഞു. എത്രയോ പെണ്ണുങ്ങളെ വിധവകളാക്കി, എത്രയോ കുഞ്ഞുമക്കളെ യതീമീങ്ങളാക്കി, എത്രയോ പാവപ്പെട്ടവരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ആരാ നേതൃത്വം കൊടുത്ത്? ആര്? ജോർജ് ബുഷിനെ പോലെയുള്ള ക്രൈസ്തവര്. അതുകൊണ്ട് ക്രിസ്തു മതം തെറ്റാണെന്ന് പറയാൻ വയ്യോ? അങ്ങനെ പറയല്. ഡൽഹിയുടെ തിരുവോരത്തുള്ള ലൈബ്രറിയിൽ വെച്ച റീഡിംഗ് റൂമിൽ നിന്ന് വായന റീഡിംഗ് കഴിഞ്ഞ് പുറത്തു വന്ന ഇന്ത്യയുടെ ഉരുക്കു വനിത, ഉക്കിണ മഹിള, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, അതേ ഇന്ത്യയുടെ പ്രിയദർശിനി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്